പാലക്കാട് പോയെത്തി. ഓക്കെ സെറ്റ്. നീ ഒന്നാക്കിയില്ലേ? നമ്മളെ ഇവിടെ ഒരു പരിപാടി നടക്കാണ്. നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാരെ വിളിക്കുകയാണ്. തിരുവനന്തപുരം ഉണ്ട്, തൃശ്ശൂരുണ്ട്, പിന്നെ അച്ചടി ഭാഷയായിട്ട് കൊല്ലം, ആലപ്പുഴ ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? അപ്പൊ നീ പാലക്കാടുണ്ട്, പിന്നെ കണ്ണൂരിൽ നിന്ന് ഒരു പയ്യുണ്ട്. പാലക്കാടും കണ്ണൂരുമാണ്. അപ്പൊ നിനക്ക് രണ്ടും പറയാം, കുഴപ്പമില്ല, രണ്ടും പറയാം. അപ്പൊ നിങ്ങളിപ്പോ ഒരു ടോപ്പിക് വരും, നിങ്ങൾ ഇതിലും സംസാരിക്കണം, നമുക്കൊന്ന് കേൾക്കാനാണ്. ആരാണ് ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് സംസാരിക്കുന്നത്? അതെ, ഓരോരുത്തരായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് ഒരു ടോപ്പിക് വരാം, മനസ്സിലായോ? ടോപ്പിക്കിൽ സംസാരിച്ചാൽ മതി. ടോപ്പിക്കിട്ടാണ് ഒരു പ്രശ്നം വേണ്ടല്ലേ. നിങ്ങളെ നാടാണ്. ഇപ്പൊ നിങ്ങളെ നാട് ഇപ്പൊ ഏതാണ്? പാലക്കാടാണെങ്കിൽ ആ നാടാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രൂവ് ചെയ്യണം. ഇല്ല, അടിയൊന്നും ആവൂല. അടിയാവുമ്പോ നിർത്തിക്കോളാം. അടിയാവേണേ നിർത്തിക്കോളാം. എന്റെ അച്ഛൻ പാലക്കാട്, അമ്മ കണ്ണൂർ. അപ്പൊ ഞാൻ കണ്ണൂരാണ് നിന്നത്. അല്ല, നിനക്ക് ഏതാണ്? നിനക്ക് തൃശ്ശൂര്, എന്റെ അമ്മ തൃശ്ശൂര്, ഞാൻ തൃശ്ശൂര്. പറയേണ്ട ആവശ്യം ചുമക്കുന്നത് അതില്ല. അപ്പൊ നിങ്ങളെ നാടിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാം. നിങ്ങളെ നാട് ഏതൊക്കെ പറയാം. അടിയാവുകയാണെങ്കിൽ നിർത്തിക്കോളാം. എന്റെ ആടാന്ന് പറഞ്ഞ ആയിക്കരാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആടെ നമ്മള് മീൻ പിടിക്കാൻ പോകുന്ന വലിയ സ്ഥലമാണ്. ഈ കേരളത്തിൽ തന്നെ ഇത്രയും വലിയ ആയിക്കരാന്ന് പറഞ്ഞ വേറെ സ്ഥലമില്ല. ആടെ നമ്മള് ലോട്ടക്കച്ചും മറ്റേ കച്ചും കള്ളിക്കച്ചും എല്ലാം കഴിക്കുവായിരുന്നു. അറിയോ? സത്യം. ഹലോ, അതുണ്ട്. പിന്നെ മറ്റേ പഴയ ഗാന്ധിജി പറഞ്ഞ ആൾക്കാരില്ലേ, എന്താണ് മറ്റേ കൈപ്പണി വേർത്ത് വെള്ളക്കാരെ പുറത്താക്കുന്ന പറഞ്ഞ ആൾക്കാര്. വിചാരിക്കരുത്, മറ്റേ ബ്രിട്ടീഷുകാരാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഓരോ വലിയ കോട്ട മതിന്റെ അതൊക്കെ നമ്മളെ നാട്ടിലാണ് ഉള്ളത്. പിന്നെ നമ്മള് 4 ടയറുള്ള വണ്ടിയൊക്കെ ഓടിക്കുന്ന ബീച്ചൊക്കെ ഉള്ളത് നമ്മളെ പാടാ. അത് വേറെ ഇല്ല. പിന്നെ തന്നെ ഇങ്ങനെ നേരെ പാങ്ങ് പോലത്തെ വല്ല ബൈയില്ലേ, അതെല്ലാം നമ്മളാടെയാണ് ഉള്ളത്. അതൊക്കെ കേരളത്തിൽ തന്നെ നമ്മളാടെ മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല ഒന്നും. അങ്ങനെയാണോ? അപ്പൊ കണ്ണൂരാണല്ലേ കിടിലം? പിന്നെ പറയാണ്ട കണ്ണൂരാണ് കിടിലെന്നാണല്ലേ പറയുന്നത്. എന്തൊരു പറയണ. അപ്പൊ നമ്മളെ തിരുവനന്തപുരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങട്ടെ. അപ്പം തിരുവനന്തപുരത്ത് ഇല്ലാത്ത ഒരു പരിപാടി ഇല്ല, മനസ്സിലായോ? നിനക്ക് എവിടെ ഇവിടെ പത്മനാഭന്റെ മണ്ണാണ് കേട്ടല്ലേ. നമ്മളെവിടെ എല്ലാം മറ്റേ ഇതാണ് വരണത്. അത് സ്വർണം വിളയണ മണ്ണാണ് നമ്മളത്. അവിടെ തൊട്ട് അങ്ങ് തുടങ്ങുകയാണ് കേട്ടല്ലേ നമ്മളെ പരിപാടികള്. നമ്മളെവിടെ ബീച്ച് എടുക്കുകയാണെങ്കിൽ നമ്മളെ ചങ്കുവ ആളും വന്ന് പോയേട്ടാ. തൃശ്ശൂരിനെ കുറിച്ച് തുടർച്ചയാ പോയേട്ടാ ആള്. ആളെ തൃശ്ശൂരിനെ കുറിച്ച് തുടർച്ചയാ പോയേട്ടാ ഇവിടെ നോടിയിട്ട്. വട്ടത്തിലുണ്ട് ഇവിടെ നടുക്ക്. നീ ഗൂഗിൾ ചെയ്യാൻ പോയില്ലേ അപ്പോ കള്ളി? അപ്പൊ എന്തൊരു അയ്യോ ഞാൻ പറഞ്ഞു. ഇവനേതായിരുന്നു? കണ്ണൂര് സപ്പോർട്ട് കൂടിയല്ല. സർക്കിൾ ഒന്നും വലുതാക്കണം. എന്നാ സർക്കിൾ ഒന്ന് വലുതാക്കണം. സർക്കിൾ ഒന്ന് വലുതാക്കിയിട്ടുണ്ട്. എടാ, കണ്ണൂരാണോ ഇപ്പൊ ഇവിടെ സംസാരം? ഇതാണ് സാക്കെ. കണ്ണൂരാണോ പാലക്കാടാണ് അതോ? പാലക്കാട്, കണ്ണൂര്, തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കൊല്ലം എല്ലാം ഉണ്ട്. ഇപ്പൊ ഏതാണ് ഉണ്ണിടാമോ? എന്താണ് ഉണ്ണി കളിക്കുന്നത്? കണ്ണൂരാണ് നീ കിടിലെന്നാണ് പറഞ്ഞത്. കണ്ണൂർ കിടിലാവുള്ള കാരണം പറ. സാക്കെ സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ, ഇടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ തമാശ ചെയ്യുന്നതാണ്. ആരും അലമ്പാക്കരുത്. എല്ലാരും പ്രോപ്പർ ആയിട്ടാണ് സംസാരിക്കാൻ. അപ്പൊ പാലക്കാടിന് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ? നാരദന് പാലക്കാടിന് വേണ്ടി സംസാരിക്കാൻ പറ്റുമോ?
ചൊറി എടുക്കാനല്ല വിളിച്ചത് നിന്നെ. സംസാരിക്കട്ടോനെ സംസാരിക്കുന്നില്ലല്ലോ. എടാ ചൊറിയാനാണെങ്കിൽ ഞാൻ അടിച്ച് ഞാൻ വെടിച്ചു ഞാൻ കൊല്ലും. മര്യാദക്ക് സംസാരിക്കണം. പോയിന്റ് പറഞ്ഞിരിക്കണം. കാര്യം വാലിഡ് ആയിട്ടുള്ള പോയിന്റ് പറഞ്ഞിരിക്കണം. ഒരു ടോപ്പിക് വരും അതിനെപ്പറ്റി മാത്രം എടുത്തകത്ത് ഓക്കെ വാ എല്ലാരും വാ. അപ്പൊ ഈ രായ ഒന്ന് കട്ട് ചെയ്യടാ, സംസാരിക്കുമ്പോ അതിന്റെ ഇടയിൽ പോവാതാ. എന്താണ്ട് ഉണ്ണിയത് രായ അത് കട്ട് ചെയ്യും എന്നിട്ട് പറ. ഓക്കെ അപ്പൊ സാക്കായി പറഞ്ഞോ. ഞാൻ ചേട്ടില്ല. നല്ല ബോംബ് കിട്ടും അണ്ണാക്കിലും കിട്ടും. അതന്നെ കണ്ണൂരിനെ പറ്റിട്ട് വേറെ ഒന്നും പറയാനില്ലേ? ജമാൽ ബാക്കി പറ. ജമാൽ നീ എന്ത് പറയുന്ന മോനെ? നല്ല മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. നല്ല ഇതുള്ള നല്ല പാലക്കാട് ടീമല്ല നല്ല മനുഷ്യരാ. നല്ല ബോംബ് വരും. നല്ല വേറെ ഇതല്ലാതെ വേറെ നമുക്ക് കണ്ണൂര് കിട്ടും നിങ്ങൾക്കറിയോ? പാലക്കാട് ഒരു ബോംബ് ഇടാതാക്ക കണ്ണൂര്. അപ്പൊ നിങ്ങ അങ്ങ് ഭർത്താവ് പറയുന്നത് നിങ്ങൾ മാഡം നിക്ക് കണ്ണൂര് തിന്നാൻ പറ്റിയ സാധനങ്ങൾ നിക്ക് എന്തൊക്കെയാ നീ കണ്ണൂർ എയർപോർട്ട് ഉണ്ടാ. അരിക്കടക്കുണ്ട്, അതായത് കണ്ണൂർ എയർപോർട്ട് ഉണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ ഒരു സാധനം പറയട്ടെ. എന്റെ അടുത്ത് പറയട്ടെ. പരിവർത്തതന്നെ എന്റെ അടുത്ത് സർക്കട്ടാ ഈ പറി വിളിച്ചോണ്ട് ഭർത്താനം കേൾക്കാൻ ഇങ്ങനെ വിളിച്ചോണ്ടേ കിലോ പറി വർത്തവാടാ എനിക്ക്. ഇല്ല അതില്ല ഫുള്ള് കൂറ്റലങ്ങാടിയുള്ള ആൾക്കാർ ഇതല്ലോ. പാലക്കാട് മുന്നിലോട്ടാണ്. പാലക്കാട് ബീച്ച് ഉണ്ടാ. പാലക്കാട് ബീച്ച് പാലക്കാട് ബീച്ചില്ല. സാമ്പാർ ബിരിയാണിന്റെ കൂടെ സാമ്പാർ പപ്പടാണോ അവിടെ ഇങ്ങനെ കഴിക്കുന്നേ? പപ്പട നമ്മള് പുട്ടിന്റെ അപ്പുറം എല്ലാം തിന്നു. പിന്നെ ചോറുണ്ട്. ബിരിയാണി സാമ്പാർ നമ്മള് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കും. പപ്പടം തിന്നിട്ട് മോനെ. ഇവ എന്തല്ലേ പറയുന്നത്? പപ്പടം പറയുന്നത് പിന്നെ പപ്പടം പിന്നെ ഷെൽഫിൽ വെക്കാനുള്ളതാ, കഴിക്കാനുള്ളതാ. സാമ്പാറിനെ കുഴിക്കാൻ സാമ്പാർ എന്താ പിന്നെ ഇതെന്താ ഇത് വള്ള? ബാക്കി പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു. കണ്ണൂര് തോക്കുവാണല്ലോ. കണ്ണൂർ എയർപോർട്ട് ഉണ്ട്. ഇതിന്റെ അടുത്ത് എയർപോർട്ട് ഉണ്ടോ? എയർപോർട്ട് ഉണ്ടാ പോരെ. പാലക്കാട് ലുലുമാളൊക്കെ ഉണ്ട്. അവിടെ നിങ്ങളവിടെ ലുലുമാളുണ്ടാ? ലുലുമാളൊക്കെ ഉണ്ട്. ലുലുമാളൊക്കെ ഉണ്ട് കണ്ണൂരില്. പണി നടക്കുന്നുണ്ട്. കൊച്ചിയില് ബന്ദിന് എന്തിന് അട്ടപ്പാടിയുള്ള ആൾക്കാർ ലുലുമാൾ മറ്റേ വിമാനത്തിൽ പോകുമ്പോ മോല് മുല്ലച്ചിരിയുള്ള അങ്ങനത്തെ ആൾക്കാർ വരും. പോന്നെ ആ ഗോറെടുത്തുള്ള കിണ്ടൻ കണക്കിന് പറവെടുത്തുണ്ടോ? കാര്യം പറ നീ അതൊക്കെ പറഞ്ഞിട്ട് പോയിന്റ് പറ. കണ്ണൂര് മോശമായി പോട്ടാ. കണ്ണൂര് തോറ്റു കേട്ടാ. കണ്ണൂര് പോരാ. പെറ്റ് സ്റ്റേഷനാ? പാർക്ക് ഫൈബസ് ആയിട്ടുള്ള പാർക്ക് ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ റൂമാണെങ്കിൽ ഇവരാ പറശ്ശിനി കടവ്, കണ്ടൽ കടവ്
നീ പറഞ്ഞ കാട എന്റെ അടുത്തുള്ളത് നീ എന്നെ പറഞ്ഞത് കാട്ടിനുള്ള ജീവിക്കൽ നിങ്ങൾക്ക് ഓയ റൂമല്ല നിങ്ങൾക്ക് ഉള്ളത് കണ്ടൽക്കാട് നിങ്ങക്ക് ഫസ്റ്റ് നൈറ്റ് ഇല്ല കാടന്നെ നമ്മക്കാ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാട് കൊറേ ഉണ്ട് അതുണ്ട് ഞാൻ അകല്ല പറഞ്ഞു നമ്മൾ ഓയ റൂമിന്റെ കാര്യം പറഞ്ഞു നിങ്ങ ഫസ്റ്റ് നൈറ്റ് കാടന്നെ നിങ്ങളെ റൂമല്ല ഓയോ റൂമിനെ കാട്ടി നല്ല കാടല്ലേ ബ്രോ അത് പറ ആ അത് കണ്ടിന് നാട്ടുകാർ വെച്ച് അടിക്കുന്ന കാട്ടിന്റെ ഉള്ളിൽ നിന്ന് എന്റെ പൊൻ സരക്കട്ട സീമക്കൊന്നിനെ മഴക്കുമ്പലിട്ട് അടിക്കുന്ന എന്തൊക്കെയാണ് പറയുന്നത്? ഡിസ്ട്രോയ് ആയല്ലോ. പിടിച്ചെങ്കിലടുത്ത് നിന്നെ എല്ലാം കാട്ടുന്ന് പിടിച്ചെന്ന് നമ്മളെ ഓയ റൂം പിടിച്ചാലും നമ്മളെ ആടാ നോണിനെ വിളിക്കടാ നോണിനെ വിളിക്ക് നോനെ വിളിക്കട്ടെ ആ സീമക്കൊന്ന് കൊമ്പൊന്നല്ല മോനെ അതിന്റെ പടയത്തിന് അടിക്കൂ എന്ത് ലൊട്ട പോലെ ഇതിപ്പോ രായ രായ തോറ്റിട്ടില്ല കുറച്ച് റെസ്റ്റ് റെസ്റ്റ് രായ കണ്ണൂർ റെസ്റ്റ് ചോദിച്ചു കണ്ട രായ കണ്ണൂർ റെസ്റ്റ് ചോദിച്ചു ഇതിപ്പോ ഗഡിയെ പാലക്കാടിനോട് മുട്ടുണ്ടോ ഗഡിയെ മറ്റവന്മാരെ വിളി എനിക്ക് സംസാരിക്കാൻ വയ്യ അവരോടി കണ്ണാപ്പിനെ വിളിക്കാം വെയിറ്റ് ചെയ്യുന്നു ഹലോ അപ്പം പാലക്കാടിന് മുന്നിൽ കണ്ണൂർ തോൽവി സമ്മതിച്ചു കഴിഞ്ഞു അപ്പൊ ഇനി തൃശ്ശൂരിന്റെ അടുത്ത ചാൻസ് തന്നോ പാലക്കാട് കണ്ണൂർ അടിയാമ കുട്ടി ജമാല് മിണ്ടാണ്ടിരുന്നേ അപ്പൊ അടുത്തത് അപ്പൊ പാലക്കാടിന്റെ കൂടെ മുട്ട റെഡിയാണോ തൃശ്ശൂര് ഓ റെഡി തൃശ്ശൂർ റെഡി പൊട്ടിച്ചു റെഡി വന്നോ പാലക്കാട് പറഞ്ഞു അതെ ഇത് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന ഇതാണ് ഗഡി ഇതേ ഗഡി നിൽക്കുന്നുണ്ട് കറുപ്പ് കറുപ്പ് ലെഫ്റ്റിലാണാ ഞാൻ മറ്റേ വള്ളിയിട്ടവൻ തൃശ്ശൂര് ഓ ആയിക്കോട്ടെ പറഞ്ഞോളൂ കൊളത്തിക്കോളൂ കത്തിച്ചോളൂ മലപ്പുറം വേണ്ട തൃശ്ശൂരിന് കേട്ടാ പാലക്കാടുകാർക്ക് എന്താണ് തോന്നുന്നു കേക്കട്ടെ അതോട് പോരട്ടെ പാലക്കാട് വേഴ്സസ് തൃശ്ശൂർ ഇതാ തുടങ്ങാൻ പോവുകയാണ് അങ്ങനെയൊന്നും വിട്ടുകൊടുക്കരുത് കൊച്ചുകുട്ടാ നിന്നെ പിന്നെ കണ്ടോളാം പിണ്ടോന്നാ അങ്ങനല്ല പിണ്ടം കണ്ട പറയാനായിട്ട് ആൾക്കാർ അതൊരു വികാരാണ് അതൊരു വികാരാണ് ഒരു സെക്കൻഡ് ഫുഡ് ഒന്ന് കൺട്രോൾ ചെയ്തോണേ ഞാൻ ഒരു സെക്കൻഡ് ഫുഡ് ദൈവമേ അതെ എല്ലാരും ഉണ്ടല്ലേ ആ സംസാരിക്കുന്ന രണ്ടുപേരും ഉണ്ട് പാലക്കാട് ആൻഡ് തൃശ്ശൂർ തൃശ്ശൂർ അല്ല പാലക്കാട് ആൻഡ് തൃശ്ശൂർ പാലക്കാട് നാരദൻ ലീഡിംഗ് 1 പോയിന്റ് മുന്നേറ്റത്തിൽ നാരദൻ നിൽക്കുകയാണ് ബാക്കിയുള്ള രീതിക്കാണ് അവിടെ രണ്ടും നിൽക്കട്ടെ അവിടെ എല്ലാവരും തൃശ്ശൂർ ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന അപ്പുറത്ത് പാലക്കാട് ഇപ്പുറത്ത് മലബാർ നമ്മളാണ് മലപ്പുറം പാലക്കാട് ആരും എന്തൊരു കുഴപ്പം എന്തൊരപ്പി തിരുവനന്തപുരത്ത് ആരടാ തിരുവനന്തപുരം കുരുവി അറിഞ്ഞൂടെ
കുരുവേണ്ട തിരുവനന്തപുരത്ത് നിന്ന് വാ 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 പിന്നെ അല്ലാണ വട്ടിയൂർക്കാവ് ലോബി വാ 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 ലെറ്റ്സ് ഗോ വാ 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 അത്രേ ഉള്ളൂ തിരുവനന്തപുരംകാരങ്ങ അല്ലല്ല ഇത് തുടങ്ങിയത് ഇവിടെ അപ്പുറത്ത് ഗഡിമാർക്ക് 4 ആനയെ കൊണ്ട് നിർത്തിക്കോട് ഗഡിയേ അങ്ങനല്ല നമ്മള് സ്ഥലങ്ങളെ വെച്ചിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മനസ്സിലായോ സ്ഥലങ്ങളിലെ സംഭവങ്ങളൊക്കെ അയ്യൊന്നടിക്കില്ലേ സ്നൈപ്പേ പൂരക്കടി കയറാം റെഡിയല്ലേ പുലിക്കളി പുലിക്കളിയാകട്ടെ എയർലൈൻ പോയല്ലോ തോറ്റ പാലക്കാട് പോയാ ഒരു പൂരം തരട്ടെ ഗടിയേ നീ അന്ന് കുഞ്ഞു നിക്ക് എന്താ പുല്ലുപോലെ നീയൊക്കെ കുഴി എന്താ ആരുമിണ്ടല്ലേ എടാ പാലക്കാട് പോയാ പാലക്കാട് പയ്യനെ കാണാനില്ലേ 40 ഡിഗ്രി പയ്യണ്ട ആ നീ കോഴിക്കോടല്ലേ ഏതോ ചെന്ന അവിടെ നിന്ന് കിട്ടും തൃശ്ശൂരായിട്ടൊന്ന് വിട്ടുന്നാ പത്തനംതിട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വെച്ച് നാണം കെടുത്ത് വിടുവേ പോവല്ലേ തോറ്റിട്ടില്ല അന്ന് കണ്ണൂരിലെ ഒരു അവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കണം പത്തനംതിട്ടയിലൊക്കെ കിട്ടിയ അവിടെ വലിച്ചു കീറും അതിനായിട്ട് എന്തെങ്കിലും ഉണ്ടോ പത്തനംതിട്ടക്കൊക്കെ എന്നാന്ന് വാ പത്തനംതിട്ടയിലേക്ക് വേണ്ടിട്ട് സംസാരിക്കാനായിട്ട് ഇതാ ഒരു പെൺ സിംഹക്കുട്ടി വരുന്നു വരൂ ആ തിരുവനന്തപുരത്തിന് വേണ്ടി സംസാരിക്കാൻ കുരുവിയുണ്ട് തിരുവനന്തപുരം വേഴ്സസ് പത്തനംതിട്ട വരൂ എന്നാ ബാക്കിയുള്ളവരുടെ സൈഡിലോ എല്ലാവരും ഉണ്ടായിരിക്കും ഓക്കെ അപ്പൊ തിരുവനന്തപുരം വേഴ്സസ് പത്തനംതിട്ട ഓക്കെ തുടങ്ങിക്കോ ഞാൻ തിരുവനന്തപുരമാണ് പക്ഷെ ഞാൻ ഇപ്പൊ സംസാരിക്കത്തില്ല ഞാൻ ഇതിന്റെ ഇതാണ് പരിപാടി നടത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് അത്യാവശ്യം വന്ന ഇടപെടാ എടാ ബാക്കിയുള്ളൊരു സൈഡിലോ നിങ്ങൾ ചോദിക്കുമ്പോ ഉണ്ടാ മതി എല്ലാവരും അലമ്പാക്കല്ലേ എടാ ഒന്ന് നിർത്തടാ വെയിറ്റ് പത്തനംതിട്ടയ്ക്ക് ശബരിമല ഉണ്ട് ആ പറഞ്ഞു തിരുവനന്തപുരത്തിന് തന്നെ പവർ എല്ലാരും ചുമ്മാരി ഓരോരുത്തർ മാത്രം സംസാരിക്കും കുരുവിയും പിന്നെ പത്തനംതിട്ട ദക്ഷ ഓക്കെ നടന്നു പറയൂ നാട്ടിനെ പറ്റി പറയണേ ദക്ഷയ്ക്ക് എന്തുണ്ട് ദക്ഷേ ദക്ഷക്കല്ല പത്തനംതിട്ടയ്ക്ക് തൊട്ടതാണ് ചോദിച്ചത് പത്തനംതിട്ടയ്ക്ക് എന്തുണ്ട് ദക്ഷേ തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കടേ എന്റെ അപ്പി ദക്ഷേ എന്തിനുണ്ട് നിന്റെ തിരുവനന്തപുരം ദക്ഷേ പത്തനംതിട്ടയില് ഏത് നീ നേരെ ഒന്ന് ചോദിച്ചാട്ടാ നീ ഇത് ചോര് ആ അണ്ണൻ ചോദിക്കട്ടെ നമ്മളതിനെ തർക്കിക്കാൻ വരാം പത്തനംതിട്ട എന്തൊരു ചെല്ലക്കളി ഫസ്റ്റ് പറ നമ്മൾ സ്പേസ് തന്നിരിക്കട്ടെ പറ ഫസ്റ്റ് കയറി സഹ്യപർവ്വതത്തിന്റെ നിങ്ങൾക്ക് കടലുണ്ടാ കോവളുണ്ടാ ഏറ്റവും കൂടുതൽ പമ്പ നദി ഒഴുകുന്നത് ഞങ്ങളുടെ നാട്ടിലൂടാണ് പമ്പ നദി ഒഴുകുന്നത് കരമനാറുണ്ട് ശബരിമല ഞങ്ങളുടെ സ്ഥലത്താണുള്ളത് പക്ഷേ ഏറ്റവും നല്ല ശബരിമല എന്നുള്ളത് വേൾഡ് പെമ്പിള്ളേരെ ശബരിമല ആറ്റുകാല് നമ്മളാണ് ആറ്റുകാല് അതെ അത് ആറ്റുകാലല്ലേ ഉള്ളു പക്ഷെ ശബരിമല തന്നെയാണേ
ആ പിന്നെ നമ്മളിനി മലയിൽ വെക്കാൻ നമുക്ക് പാറയകോലുണ്ട്. ആറന്മുള കണ്ണാടി ഉണ്ട്, ഞങ്ങൾക്ക് ആറന്മുള കണ്ണാടി ഉണ്ട്, നമുക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലമുണ്ട്. നമുക്ക് സദ്യ ഉണ്ട്, സദ്യ തിരുവനന്തപുരം സദ്യ. അതിനെക്കാട്ട് ആറന്മുള വള്ളസദ്യ, ആറന്മുള വള്ളസദ്യയാണ് ആറന്മുള വള്ളംകളി വളരെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളിയാണ്. നമ്മളത് പ്രസിദ്ധമാണ്. ഏറ്റവും വലിയ സദ്യ എന്ന് പറഞ്ഞ വള്ളസദ്യയാണ്. ഏറ്റവും വലിയ പൊങ്കാല എന്ന് പറഞ്ഞാൽ ആറ്റ പൊങ്കാലാണ്. കുളത്ത് ചക്കുളത്ത് പൊങ്കാലയും വലിയ ഫേമസ് ആണ്. ചക്കുളത്ത് പൊങ്കാലയും വലിയ ഫേമസ് തന്നെയാണ്. ചക്കുളത്താണ് നമ്മളെ തൊഴുകോട് പൊങ്കാല ഉണ്ട്. അത് കേൾക്കാത്ത നിങ്ങളുടെ നമ്മളെ തൊഴുകോട് പൊങ്കാല പറ്റി നീ കേട്ടിട്ടുണ്ടാ? ഞാൻ 9 ദിവസമാണ് അവിടുത്തെ പൊങ്കാല. 9 ദിവസം അതെന്താ അതിന്റെ അത് നീ കാര്യമില്ല. സദ്യ ഒന്നുമല്ല. സദ്യ നിന്റെ അവിടെ സദ്യക്ക് എത്ര കറിയുണ്ട്, എത്ര പായസം ഉണ്ട്? 3 പായസം ഉണ്ട്. ബോളിയും പഴമൊക്കെ വെച്ച് കുഴച്ചങ്ങല്ലേ ഉള്ളൂ. വള്ളസദ്യക്ക് സദ്യ വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. നമുക്കിവിടെ 365 ദിവസം സദ്യ തന്നെ. നിങ്ങൾക്ക് ആ വള്ളസദ്യ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആ വള്ളസദ്യക്ക് കിട്ടുന്ന അത്രയും ഒന്നും എങ്ങും കിട്ടില്ല. അവിടെ ബോളി ഉണ്ടാ? നിങ്ങളവിടെ മഹാബോളി ഉണ്ടാ? മഹാബോളിയുടെ നിങ്ങളവിടെ സ്റ്റുഡിയോ ഉണ്ടോ? സ്റ്റുഡിയോ എന്ന് ഇന്നല്ലേ വന്നോളൂ. നമ്മളെ 6-7 മാസം നമ്മളെ എല്ലാ ജംഗ്ഷനിലും ഓരോ നിങ്ങളവിടെ എന്ന് മന്തി ഉണ്ടോ? നിങ്ങളവിടെ അൽഫാം ഉണ്ടോ? റബ്ബറും മാത്രം ഏറ്റവും നല്ല സ്ഥലമാണ്. ഏത്? പത്തനംതിട്ടേ? അതെ അതെ അതെ. നിന്നെ മറ്റേ മലയുടെ ഇതല്ലോ. നമുക്ക് മലയുണ്ട്, കടലുണ്ട്, കുളമുണ്ട്, എല്ലാം ഉണ്ട്. എയർപോർട്ട് ഉണ്ടാ? ചിലക്കളി എയർപോർട്ട് ഉണ്ടാ? എയർപോർട്ട് അതാണ് പത്തനംതിട്ട എന്നൊക്കെ എയർപോർട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങ് വരണം. ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിക്കണമെങ്കിലേ അല്ലടാ. ആറന്മുള എയർപോർട്ട്. ഓ, വെള്ളത്തിലായിരിക്കും ഇറങ്ങുന്നത്. വെള്ളത്തിൽ ഇറങ്ങുന്നത്. ഫോറസ്റ്റ് റിസർവ് ഉണ്ട്. നിങ്ങളുടെ ഇവിടെ ഉണ്ടോ? നമുക്ക് നിനക്ക് കാടിനെ പറ്റി പറയല്ലേ? കാട് നമുക്കില്ലാത്ത കാടാ. ഈ പേയാട് കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് കാട്ടാക്കടോട്ട് കാടാണ്. തിരുവനന്തപുരത്തിന് നോക്കിക്കാൻ പറ്റില്ല കേട്ടോ. വേറെ എന്ത് പറ? ഗവി ഉണ്ടോ നിങ്ങളുടെ അവിടെ? ഗവിയെ പോലെ പൊന്മുടി ഉണ്ട്. പൊന്മുടി ഗവിയുടെ അവിടുത്തെ ഒന്നും അല്ല. നീ പൊന്മുടി വന്നിട്ടില്ലാത്തോണ്ട് ടിക്കറ്റ് എടുത്ത് തന്നെ നീ കയറുന്ന. നീ അപ്പുറത്തെ വഴി കൂടെ പോയി ഒന്ന് ടിക്കറ്റ് എടുത്ത് കയറണം. പൊന്മുടി ഗവി പോയിട്ടുണ്ടോ? പിറകിലത്തെ വഴി കൂടെ കയറി കഴിഞ്ഞാൽ നിനക്കൊന്നും കാണാൻ പറ്റില്ല. ഗവി പോയിട്ടുണ്ടോ? ടൂർ പോയിട്ടുണ്ടോ? നീ ബോട്ട് ടൂറിനെ പറ്റി നമ്മളെടുത്ത് പറയുന്നത്. അവിടെ നമുക്ക് ഹാർബർ ഉണ്ട്. കപ്പലിലാണ് കളി. കപ്പല് നിങ്ങളെ കൊച്ചി അല്ലല്ലോ. അത്രയ്ക്ക് കപ്പലൊന്നും ഇല്ല. വിഴിഞ്ഞ ഹാർബറിനെ പറ്റി കുറ്റം പറയുന്നു. ഓ മൈ ഗോഡ്. വിഴിഞ്ഞ ഇവിടത്തെ ഈ വിഴിഞ്ഞത്താണ് എല്ലാ ഇന്റർനാഷണലിൽ വരണത്. ഇവിടെ നിന്നാണ് എല്ലായിടത്തും ഇന്ത്യ മുഴുവനുള്ള ട്രാൻസ്പോർട്ടേഷൻ വരണത്. നമ്മളിവിടെ നിന്നാണ് എല്ലായിടത്തും വരണത്. അച്ചൻകോവിൽ റിവർ, നിങ്ങളവിടെ അരുവിക്കര ഡാമുണ്ടോ? നിയമസഭ മനസ്സിലായ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കാണ്. മനസ്സിലായ? നിങ്ങളവിടെ ഉണ്ടോ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ? പത്മനാഭൻ മണ്ണ് നമ്മളാണ്. മനസ്സിലായോ? അത് കേട്ടിട്ടില്ല കേട്ടോ. അത് അപ്പുറത്തോട്ട് മാറി പറഞ്ഞു. ഇവിടെ കേൾക്കണ്ട. ധാരാളം അപ്പുറത്ത് മാറുന്നു. ഏറ്റവും കൂടി സ്വർണ്ണം എവിടെയെന്ന് അറിയാമോ? നമ്മളെ പത്മനാഭന്റെ പപ്പനാമന്റെ കേട്ടിട്ടുണ്ടോ? തള്ളാണാ? അത് തള്ളാണാ? കുട്ടിക്ക് സംസാരിക്കുന്ന ആ കുട്ടിക്ക് സംസാരം വിടറാ. കുട്ടി നിങ്ങളുടെ ഇടുക്കിയ ഡാം
ഇവന്തിന് ഇടുക്കി കൊണ്ടുവരുന്നത് പത്തനംതിട്ടയെ പറ്റി പറയുമ്പോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ വരാത്ത സ്ഥലം കേന്ദ്രടാ. റെയിൽവേ സ്റ്റേഷൻ പാളം ഉണ്ടാക്കിയിട്ട് കാര്യം ട്രെയിനിൽ പോകണം. ഇടുക്കിനെ വിളിച്ചില്ല ഇടുക്കി മാറ് ഇവിടെ പത്തനംതിട്ട തിരുവനന്തപുരം ഞങ്ങളുടെ അവിടെ ഇവന്റെ അവിടെ ട്രെയിൻ ഉണ്ടാക്കുന്ന പാളം ഉണ്ടാക്കിയിട്ട് എടാടാ അല്ല സംസാരിക്കുന്ന ഉണ്ടായിരിക്കടാ ബാക്കിരിക്കുന്നവനെ ഇനി രക്ഷ പറഞ്ഞു രക്ഷയ്ക്കും കുരുവി മാത്രം അതെ ബാക്കിയുള്ളവരുണ്ടായി. അല്ല നിങ്ങളുടെയൊക്കെ ലീഡറിന്റെ അതുകൊണ്ട് നമ്മളെ കോഴിയുടെ എല്ലാം ട്രിവാൻഡ്രത്താണ്. ലീഡറാണെങ്കിൽ നമ്മളെ നിങ്ങളെ ബാക്കി കോലീഡറൊക്കെ തിരുവനന്തപുരമാണ്. അതാണ് നമ്മുടെ കോലീഡേഴ്സ് 3 തിരുവനന്തപുരമാണ്. മനസ്സിലായില്ലേ? നമ്മളെ 3 കോലീഡർ തിരുവനന്തപുരമാണ്. അതുകൊണ്ട് നമ്മളങ്ങ് ബാലൻസ് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മളങ്ങ് ബാലൻസ് ചെയ്തോളും. നമ്മളങ്ങ് ബാലൻസ് ചെയ്യും. നമ്മളവിടെ ലീഡർ ഇല്ലേ കോലീഡറാണ് ബാലൻസ് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മളങ്ങ് ബാലൻസ് ചെയ്യും. 1-ന് 3 എന്നുള്ള രീതി നമ്മളങ്ങ് ബാലൻസ് ചെയ്യും. 3 ഉണ്ട് 3 അല്ലാതെ വേറെ ലീഡറുണ്ട്. അതൊഴിച്ച് വേറെന്ത് പറയാനുണ്ടെന്നാണ് ചോദിച്ചത്. അതൊഴിച്ച് വേറെ ആകെ അവിടെ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വാസം ഉണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. വേറൊന്നും പറയില്ല. എന്തിനാണ് കണ്ണൂര് വന്നിട്ടുണ്ട്. ഇതിപ്പോ കണ്ണൂരിന്ന് ഒരു സംഭവമാണ്. സംഭവമാണോ? വെയിറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ ഇപ്പൊ സംസാരിച്ച വെച്ചിട്ട് പത്തനംതിട്ട വളരെ മോശമാണ്. പിന്നെ ആകെ പറയാനുള്ളത് വാസം ഉള്ളത് മാത്രമാണ്. ഒന്നുമല്ല ഞങ്ങളവിടെ ഒരുപാട് വാട്ടർഫോൾസ് ഉള്ള നിങ്ങൾ അവിടെ ഒന്നും ഇല്ലാത്ത അത്രയും വാട്ടർഫോൾസ് ഉള്ള സ്ഥലം അരമ്പ് സത്യം കയറി കുറെ എണ്ണം അവന്റെ ഇടയിൽ കിടന്ന് സംസാരിക്കും തലവേന എടുപ്പിക്കാനായിട്ട്. ഇടുക്കി മലപ്പുറം ഒക്കെ എന്റെ ഇടയിൽ കയറി അലമ്പുണ്ടാകും. ഇറക്കി വിടല്ലാത്തിന് പിരിച്ചുവിട്ടെന്ന് പറയാം. വേണ്ട പരിപാടി അലമ്പ് വന്ന് കുറെ എണ്ണം അതിന്റെ ഇടയിൽ തള്ളിക്കയറി വന്നിരുന്നുണ്ട്. അതിന്റെ ഇടയിൽ മലപ്പുറം ഇടുക്കി കയറി വന്ന് അലമ്പുണ്ടാക്കുന്നത് ഏറ്റവും പ്രശ്നക്കാരന്മാര്. എടാ അത് പിറകെ വരും. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങോട്ട് പോയൊക്കെയാണ്. ഇപ്പൊ ഇങ്ങോട്ട് വരും. ഇപ്പൊ അവര് രണ്ടും ഇങ്ങോട്ട് വന്നാൽ പിറകെ ഇപ്പൊ എല്ലാം വരും. പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ പരിപാടി പിരിച്ചുവിട്ടെന്ന് പറഞ്ഞ ടൈയാക്കി പിരിച്ചുവിട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ഇടയ്ക്കര അലമ്പാക്കുന്നു. ഈ പരിപാടി നമുക്കൊരു സ്റ്റേജ് പ്രോഗ്രാം ആയിട്ട് വെക്കുന്നതാണ്. ഓക്കെ അന്ന് എല്ലാരും ഇൻവൈറ്റ് ചെയ്യും. അന്ന് എല്ലായിടത്തുനിന്നും മെയിൻ ആയിട്ടുള്ള ഓരോരുത്തരെ വെച്ച് വിളിക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് വെച്ച് സംസാരിക്കാനുള്ള അവസരം തരും. ഓക്കെ ഇടുക്കിയൊക്കെ ഇടന്ന് പൊട്ടി ഒഴുകി വരുന്നു അതിന്റെ കൂടി. ഇതിന് പറയാൻ സമയം തരുന്നതിന് നീ തീരത്തില്ല. നീയും തീരും. ആദ്യം തീരും. നമ്മളെ രക്ഷപ്പെടും. നമ്മളെ തിരുവനന്തപുരം രക്ഷപ്പെടും. നീയാണ് ആദ്യം തീരുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് എന്തെങ്കിലും പറ്റിയ എല്ലാ ജില്ലകളും ഒരുമിച്ച് അത്രേ ഉള്ളു. അതൊക്കെ നമ്മളിങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു പ്രശ്നം വന്നാൽ നമ്മളെല്ലാരും ഒറ്റ കെട്ടാണ്. അത്രേ ഉള്ളു രായ. അതത്രേ ഉള്ളു. നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെല്ലാം കൂടും. അത്രേ ഉള്ളു. ഇപ്പൊ അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാ. പരിപാടി പറഞ്ഞോട്. ഒറ്റ ഡയലോഗിൽ തീർപ്പ്.